എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാരറ്റ് അബണ്ടൻസിലേക്ക് സ്വാഗതം. ഞാൻ സജ്ന. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ് എന്നാണ്. ഇവിടെ നമ്മൾ 6 കാർഡുകളാണ് എടുത്തിട്ടുള്ളത്. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊരു ജനറലൈസ്ഡ് റീഡിംഗ് ആണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുമെങ്കിൽ മാത്രം എടുക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. റീഡിംഗ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും പരിഗണിക്കുമല്ലോ. റീഡിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയുമായി വളരെ പക്വതയാർന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നും എങ്കിലും വലിയൊരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എന്നും കാണുന്നു. നിങ്ങൾ രണ്ടുപേരും ഒരേ വേവ് ലെങ്തിലുള്ളവരായിരുന്നു എങ്കിലും ഈഗോ പ്രശ്നം രണ്ടുപേർക്കുമിടയിൽ ഒരു വെല്ലുവിളിയായി ഉയർന്നു എന്ന് കാണുന്നു. നിങ്ങൾ രണ്ടുപേരുടെയും ഐഡിയാസ് തമ്മിലുള്ള ക്ലാഷാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നാലും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നിങ്ങൾക്കിനിയും സാധിക്കും. അതിന് പരമാത്മാവിൻ്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നു. ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മറുഭാഗത്ത് നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് വലിയ വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറാകുന്നത് കാണാം. നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. പുതിയ ഒരു തുടക്കം നിങ്ങൾക്കും സാധിക്കും. ഇവിടെ സെലിബ്രേഷൻ്റെ കാർഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. റീയൂണിയൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും ആഗ്രഹിക്കുന്നത് എന്ന് കാണുന്നു. 4 എന്ന സംഖ്യ ന്യൂമറോളജി പ്രകാരം സ്ഥിരതയും വിശ്വസനീയമായ അടിത്തറയെയും സൂചിപ്പിക്കുന്നു. വീണ്ടും ഒന്ന് ചേർന്നാൽ അത് ഉറപ്പുള്ള ഒരു ബന്ധമായി തന്നെ നിലനിൽക്കുമെന്ന് 4 ഓഫ് വാണ്ട്സ് ഉറപ്പു തരുന്നു. ജീവിതത്തിൽ എന്നും നന്മയും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി.